ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളൊന്ന് ഉറങ്ങാൻ കിടന്നു, പക്ഷെ എഴുന്നേൽക്കുന്നത് 100 വർഷങ്ങൾക്ക് ശേഷമാണ്. നിങ്ങളവിടെ പ്രായമാകുന്നില്ല, മരണപ്പെടുന്നില്ല. ഏതൊരവസ്ഥയിലാണോ നിങ്ങൾ ഉറങ്ങാൻ കിടന്നത്, അതേ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഇതിനാണ് ക്രയോ സ്ലീപ്പ് എന്ന് പറയുന്നത്. അതായത് ബോഡി ടെമ്പറേച്ചർ കുറച്ച് മെറ്റബോളിസം ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് മനുഷ്യനെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയാണിത്. എന്താണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേസ് ട്രാവൽ നടത്തുമ്പോൾ, അതായത് ഭാവിയിൽ നമ്മളിപ്പോൾ മറ്റ് ഗാലക്സികളിലോട്ടോ മറ്റ് ഗ്രഹങ്ങളിലോട്ടോ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് വേണ്ടി വരിക അല്ലേ? ആ ഒരു സമയത്ത് ആസ്ട്രോനോട്ടുകളുടെ എനർജി വേസ്റ്റ് ആകാതിരിക്കാനും അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും അവരെ ഇത്തരത്തിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്ന അവസ്ഥ വേണ്ടി വരും നമുക്ക്. പക്ഷേ ഇതിപ്പോൾ നിലവിലൊരു സയൻസ് ഫിക്ഷൻ മാത്രമാണ്. മൂവീസിലൂടെയും സീരീസിലൂടെയും നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു എലമെന്റ്. ഇപ്പോൾ പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവി എടുത്തു കഴിഞ്ഞാൽ നായകൻ ക്രയോ സ്ലീപ്പിൽ നിന്ന് ഉണരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇന്റർസ്റ്റെല്ലാർ, ദെൻ ഏലിയൻ മൂവീസും സീരീസുകളും ഒന്നും വേണ്ട, മാർവലിന്റെ അവഞ്ചേഴ്സിന്റെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക കുറെ കാലം ഇത്തരത്തിൽ മഞ്ഞിൽ ഫ്രീസ് ചെയ്ത് പോയിട്ടൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇത് മൂവീസിലും സീരീസിലും മാത്രം കാണാൻ പറ്റുന്ന ഒരു സയൻസ് ഫിക്ഷൻ എലമെന്റ് ആണ്. ഇൻ റിയാലിറ്റി ഇത്തരത്തിൽ ക്രയോ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടോ? യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയുള്ള റിസർച്ച് നടത്തുകയാണ്. ക്രയോ സ്ലീപ്പ് അല്ല, പകരം ഹൈബർനേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? തണുപ്പ് കാലത്ത് മൃഗങ്ങൾ പലതും തന്നെ ദീർഘകാല ഉറക്കത്തിലേക്ക് പോകാറുണ്ട്. അതിനാണ് ഹൈബർനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെയും ദീർഘകാലത്തേക്ക് ഉറക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാനാണ് ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ഇനി ഭൂമിയിൽ ബാക്കിയില്ല. നിങ്ങൾക്കൊരു ചോയ്സ് കിട്ടുകയാണ്. ഇപ്പോൾ ഉറങ്ങി ഭാവിയിൽ ഉണർന്നെഴുന്നേൽക്കാനുള്ള ഒരു ചോയ്സ്. അത് നിങ്ങൾ ചൂസ് ചെയ്യുമോ, അതോ ഇപ്പോൾ തന്നെ ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കുമോ? കമന്റ് ചെയ്യും. ഇത്തരത്തിലുള്ള ഐഡിയാസിനായിട്ട് ഫോളോ ചെയ്യും.